ഇടതുപക്ഷത്തിന് മൂന്നാമതൊരു ഭരണം വരുന്നത് തടുക്കാനുള്ള വലിയ പരിശ്രമം ഇവിടുത്തെ എല്ലാ പ്രതിലോമ ശക്തികളും നടത്തുക. അതിനുവേണ്ടി അവർ പാവപ്പെട്ടവരെ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ കാണാൻ ആശ ഒരു സമരം നടക്കുന്നുണ്ട്. ആശാ സമരം യഥാർത്ഥ ആശകളൊന്നുമില്ല. കുറച്ചാളെ കാശ് കൊടുത്തു കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിരിക്കുന്നു. ഇവിടെ 10-20,000 ആശ ഉണ്ട്. അവരൊന്നും സമരത്തിലില്ല. ഒരു 500 ആളെ ഉള്ളിലേക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് കാശും കൊടുത്ത് ചോറും കൊടുത്ത് അവിടെ കിടത്തിയിരിക്കുന്നത് സ്ഥിരമായിട്ട് 6 മാസത്തിലുള്ള സമരം. അവരൊന്നും പോകുന്നില്ല. ആശ പോരുന്നതിന് അവിടെ അംഗൻവാടിനെ കൊണ്ടിരുത്തും, വേറെ ആരെയും കൊണ്ടിരുത്തും. പാവപ്പെട്ട മനുഷ്യരെ തന്നെ കൊണ്ടിരുത്തി പണം കൊടുത്ത് ഇടതുപക്ഷത്തെ അട്ടിമറിക്കാനുള്ള സമരത്തിൻ്റെ ആയുധമാക്കുന്ന ഗൂഢാലോചന കേരളത്തിൽ നടത്തുന്നു. ഏറ്റവും ദുർബലനായ മനുഷ്യനാണ്. ഇപ്പോൾ ആശകളുടെ സമരം എവിടെയാ? പിണറായിക്ക് എതിരായിട്ടാണ്. സെക്രട്ടേറിയറ്റിന് മുല്ല ആശകളെ നിയമിച്ചതാരാ? നരേന്ദ്രമോദിയാണ്. സമരം നടത്തുന്നത് മോഡിക്കെതിരായിട്ടല്ലേ? മോഡിയല്ലേ ശമ്പളം കൊടുക്കാൻ പൈസ കൊടുക്കണ്ടേ? മോഡിയല്ലേ അവിടെ ആശമാരുടെ ശമ്പളം തീരുമാനിക്കണ്ടേ? കേന്ദ്രാവിഷ്കൃത പദ്ധതിയല്ലേ? കേന്ദ്രത്തിൻ്റെ പദ്ധതിയല്ലേ? കേന്ദ്രത്തിൻ്റെ പദ്ധതിയിൽ കൂലി തീരുമാനിക്കുന്ന ആരാ? കേന്ദ്രമാണ്. ആ പദ്ധതി തന്നെ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്, അല്ലാതെ സംസ്ഥാനത്തിൻ്റെ പദ്ധതിയല്ല. അവരെ സ്ഥിരപ്പെടുത്താനുള്ള അവകാശം അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ടോ? ഇല്ലല്ലോ. അവരെ PSC നിയമിച്ചാണോ? അല്ലല്ലോ. ഒന്നുമല്ലല്ലോ. അവർ ജീവനക്കാരാണോ? സർക്കാർ ജീവനക്കാരാണോ? അതുമല്ലല്ലോ. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിലോ കേരളത്തിന് നിശ്ചയിക്കാൻ കഴിയുന്നതോ ആയ വിഷയങ്ങളെ വെച്ചുകൊണ്ടല്ല ഈ സമരം. അങ്ങനെ വെച്ചാൽ ആശ ഇന്ത്യയിലാകണ്ടല്ലോ. ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തും ആശയുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് മാത്രമുള്ള സമരം എന്താ? ഇന്ത്യ രാജ്യത്തെ ആശകൾക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടത് എവിടെയാണ്? അത് കേരളത്തിലാണേലും. ബാക്കിയുള്ളിടത്തൊക്കെ കുറവാണ്. അവിടെ ഒന്നും സമരമില്ല. എന്താ അർത്ഥം? ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ എതിരായി തെറ്റിദ്ധരിപ്പിക്കുക, കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് ഗവൺമെൻറ്റിനെ ദുർബലപ്പെടുത്താൻ ഏറ്റവും സാധാരണക്കാരനെ തന്നെ ഉപയോഗിക്കാനാവും എന്നുള്ളതാണ്.